വിശുദ്ധ ദിവസം കൂടി തന്നല്ലോ. ഞങ്ങളുടെ വചനം കേൾക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയും പറയുന്നതിനപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കും. മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 42ാമത് ഡയസിസൻ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കാവുന്നല്ലോ. പ്രഭാത ആരാധന അതാത് ഇടങ്ങളിൽ വളരെ ചുരുക്കി നടത്തിയതിന് ശേഷം, ക്രമീകരണം ചെയ്തതിന് ശേഷം 10 മണിക്കത്തെ ആരാധനയിൽ എല്ലാവരും പന്തലിൽ ഒരുമിച്ച് കൂടണം എന്നാകുന്നുവല്ലോ നമ്മുടെ അറിയിപ്പ്. അതുകൊണ്ട് 10 മണിക്കത്തെ ആരാധനകളുടെ ഒരുക്കമായി നമുക്കിതിനെ കാണുകയും നമുക്ക് സമാപന കൺവെൻഷൻ യോഗത്തിലെ വചന കേൾവി കേട്ട് ഒരുങ്ങുകയും ചെയ്യാം. മാറ്റിൻ സർവീസ് ആകുന്നില്ല ഇന്ന്. അത് നല്ലൊരു കാര്യമാണ്. കാരണം പലപ്പോഴും 2 സർവീസും, മാറ്റിൻ സർവീസും ഹോളി കമ്മ്യൂണി സർവീസും മാറി മാറി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായും അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് 1-ാം പാഠമായിട്ട് വായിച്ച പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പുറപ്പാട് 3:11 4:11. പുറപ്പാട് 4:11. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായെ കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരല്പസമയം നമ്മൾ വേദപുസ്തകം വായിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും ചെയ്താൽ എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്, സൃഷ്ടി നിർവഹിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല, എല്ലാറ്റിനും ഒരു ഉദ്ദേശത്തോടെ ദൈവം അത് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദ്ദേശവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ ദൈവം ഭൂമിയിൽ ഒന്നുമേ ചെയ്തിട്ടില്ല എന്നും കാണുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഓർക്കുമ്പോഴാണ്, നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവ ആരാധനക്കായിട്ട് വരുമ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾ ഒരുങ്ങുമ്പോഴും ദൈവവുമായുള്ള സംസർഗത്തിൽ നമ്മൾ ആയിരിക്കാൻ, അത് എപ്പോഴാണെങ്കിലും, യാത്രയിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ചിന്തിച്ചാൽ എല്ലാറ്റിനും ഒരു ഉദ്ദേശത്തോടെ, എല്ലാറ്റിനും ഒരു ലക്ഷ്യത്തോടെ ദൈവം അതെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഒരു ഗുണവുമില്ല, ഒരു ലക്ഷ്യവുമില്ല, ഒന്നുമില്ല, പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്ന സംഗതികൾ പോലും ദൈവം ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു, ഭൂമിയിലാക്കിയിരിക്കുന്നു എന്നുള്ള അതിശ്രേഷ്ഠമായ സത്യം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരുന്നത്, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുവാൻ ആ ഒരു കാഴ്ചപ്പാടുകൂടുള്ള ഹൃദയംഗമായിട്ടുള്ളൊരു പ്രാർത്ഥനയും ദൈവത്തെ മഹത്വപ്പെടുത്തലും നമ്മൾ ദൈവിക അനുഗ്രഹങ്ങൾ വരുവാനായിട്ടിടയായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മോശയും ദൈവവുമായുള്ള സംഭാഷണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശ തന്നെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ ഏൽപ്പിക്കുന്ന ഈ ചുമതല, ദൗത്യം നിർവഹിക്കാൻ ഞാൻ നോക്കുമ്പോൾ എനിക്ക് യാതൊരു വിധമായ പ്രാപ്തിയും ഇല്ല. പല കാരണങ്ങളുണ്ട് ഒരുപക്ഷെ മോശ അത് പറയാനായിട്ട്. ഒരു കാരണം ഇതാണ്, ഫറവോൻ ആരാണ്, അവൻ്റെ അധികാരങ്ങൾ എന്താണ്, അവിടുത്തെ ഭരണക്രമീകരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു മനുഷ്യനാണ് മോശ. തൻ്റെ പ്രവൃത്തി എന്തായിരുന്നു എന്ന്, എന്തുമൂലമാണ് താൻ ഇങ്ങനെ വന്ന് പാർക്കേണ്ടി വന്നത് എന്നും മോശയ്ക്ക് വളരെ വ്യക്തത ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ് ധരിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ
അതുമൂലമുണ്ടാകുന്ന രാജസന്നിധിയിൽ ഫറവോന്റെ സന്നിധിയിൽ ചെന്ന് ഒരു കാര്യം പറഞ്ഞ് വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ അറിവ് ഉള്ള മോശ. കാരണം മോശ കൊട്ടാരത്തിലാണ് വളർന്നത്. മോശ പറഞ്ഞു, ദൈവമേ, കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരാളെ, അങ്ങയ്ക്ക് ബോധിച്ച മറ്റൊരുത്തിനെ അങ്ങ് അയക്കണം. അത് പറയുമ്പോഴാണ് ദൈവം ഈ അതിപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവന, നമുക്കെയും വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്താവന അവിടെ പറയുന്നത്. നമുക്കെയും വളരെ നിസ്സാരമെന്നും ഗുണമില്ലാത്തതെന്നും പ്രയോജനമില്ലാത്തതെന്നും പലപ്പോഴും ചിന്തിക്കുന്ന, അല്ല എന്തിനു വേണ്ടി ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരം അവിടെ ദൈവം പറയുന്നുണ്ട്. ദൈവം പറയുന്ന പ്രകാരമാണ് അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാൻ തന്നെ എന്ന് പറയും. നിന്റെ സൃഷ്ടിക്ക് പുറകിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു. നിന്നെ ഇങ്ങനെ വിക്കനായി സൃഷ്ടിച്ചെങ്കിൽ, നീ വളർന്നു വന്നെങ്കിൽ നിന്നെയും ഇതുവരെ സൂക്ഷിച്ചത് ഞാൻ തന്നെയാണ് എന്ന് ദൈവം പറയും. നമ്മൾ സുവിശേഷം വായിച്ചപ്പോൾ അവിടെയും ഒരു കുരുടനായിട്ട് പിറന്ന മനുഷ്യനെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെയും ജനങ്ങൾ ചോദ്യമുണ്ട്, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കണോ ആരാണ് പാപം ചെയ്തത്? ഉടനെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ആരെങ്കിലും പാപം ചെയ്തിട്ടുള്ള ഇവൻ്റെ പിതാക്കന്മാരോ മറ്റാരെങ്കിലും ഇവൻ തന്നെയോ പാപം ചെയ്തിട്ടല്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിന് ആണ് അവനെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഉദ്ദേശമില്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ ദൈവം ഒരു സൃഷ്ടിയും ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. എല്ലാം അവൻ്റെ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവം മനുഷ്യൻ്റെ കാര്യമെടുത്താൽ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ആ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടിയുള്ള സകല സംഗതികളും ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ മോശയെക്കുറിച്ച് പലതവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്, അവൻ വളരെ ചെറുപ്പത്തിലെ മരണപ്പെടേണ്ടവനായിരുന്നു. കാരണം അന്നത്തെ രാജ്യത്തെ നിയമം അതായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് പുരുഷപ്രജയായിട്ട് ജനിക്കുന്ന എല്ലാവരെയും നൈൽ നദിയിൽ എറിഞ്ഞ് കളയണം, കൊല്ലണം എന്നുള്ള കൽപ്പന. അതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് ഈ മോശ. കാരണം അന്ന് അവനെ നദിയിലെറിയാൻ തോന്നിയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ സുന്ദരനായിരുന്നു എന്നവിടെ രേഖപ്പെടും. ശിശു അതിസുന്ദരനായിരുന്നു. അതുകൊണ്ട് അവൻ വളരെ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ കൊല്ലാനുള്ള മടി അവർക്കുണ്ടായി, മാതാപിതാക്കന്മാർക്കുണ്ടായി. അതുകൊണ്ട് അവനെ കഴിയുന്നത്രയും രഹസ്യമായിട്ട് കുറച്ച് നാൾ വളർത്തണം എന്ന് അവർ വിചാരിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമേ. അതുകൊണ്ട് അവൻ ഒരു ഇസ്രായേലിയ പുരുഷപ്രജ എന്നുള്ള രീതിയിൽ വളരാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ മിസ്രൈമിൻ്റെ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ രാജകുമാരിയുടെ മകനായി വളർന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ദൈവം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ അവനെ ദൈവം സൃഷ്ടിച്ചത്, അതുകൊണ്ട് അവൻ അതിനുവേണ്ടി അവനെ ട്രെയിൻ ചെയ്തു എന്ന് കാണുവാൻ സാധിക്കും. മോശ 120 വർഷം ജീവിച്ചു എന്നാണ് വേദവസ്തം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 40 വർഷം അവൻ രാജകൊട്ടാരത്തിലായിരുന്നു. ഏതാനും നാൾ അവൻ്റെ വീട്ടിൽ തന്നെ അവൻ്റെ മാതാവ് തന്നെ അവനെ പാല് കൊളുത്തി അവനെ വളർത്തി. ആ വളർച്ചയിൽ അത് വളരെ പ്രധാനപ്പെട്ട, രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അതിപ്രധാനമായ ചില കാര്യങ്ങൾ അതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. കാരണം അവൻ ആരാണെന്നും അവൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്നും അങ്ങനെയുള്ള വിശ്വാസ സംബന്ധമായ തൻ്റെ ജനം സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ മോശ മനസ്സിലാക്കി. അതിന് ശേഷം അവൻ കൊട്ടാരത്തിലേക്ക് പോകുന്നു. കൊട്ടാരത്തിൽ സകലവിധമായ സൗകര്യങ്ങളോടും കൂടെ അവൻ താമസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് അറിയപ്പെടുന്ന എല്ലാ വിദ്യകളും എല്ലാ അഭ്യാസങ്ങളും അറിവുകളും നേടി അവൻ അവിടെ വളർന്നു വന്നു. 40 വർഷം തുടർന്ന് നമുക്കറിയാം അവൻ ആ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് 40 വർഷം. ആ 40 വർഷത്തിൽ ദൈവവുമായിട്ടുള്ള അവൻ്റെ ദൈവവുമായുള്ള പ്രത്യേകമായ ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് അവനിടയായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആട്ടിൻകൂട്ടത്തെ എപ്രകാരം മേയിക്കണമെന്ന് അല്ലെങ്കിൽ നയിക്കണമെന്ന് മരുഭൂമിയിൽ എപ്രകാരം തന്നെ കൊണ്ടുപോകണമെന്നുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു അറിവ് അവന് ലഭിച്ചു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ളൊരു സംസർഗത്തിന് അവസരം ലഭിച്ചു. ആ സമയത്താണ് ഇത് പറയുന്നത്.
നമുക്കറിയാം, മുൾപ്പടർപ്പിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന യഹോവ ആ സമയത്താണ് ഇവിടുത്തെ പറയുന്നത്. മോശ തനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള തൻ്റെ കഴിവില്ലായ്മ എടുത്തു പറയുമ്പോൾ ഓർക്കണം, അതിനു മുമ്പേ തന്നെ അവനത് പറയുമെന്ന് ഒരുപക്ഷെ ദൈവത്തിന് അറിയാമാൻ, തീർച്ചയായിട്ടും ഒരുപക്ഷെ അല്ല അറിയാമാൻ. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ മോശയുടെ സഹോദരനെ അതിനുവേണ്ടി ആ ദൗത്യത്തിൽ അവനെ പങ്കാളിയാക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാർ, അവർ ഒരു ഭവനത്തിൽ വളർന്ന സഹോദരന്മാരാണ്. അപ്പോൾ ഈ സംസാരിക്കാൻ അറിയത്തില്ലാത്ത ആളുകൾ, കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ പരസ്പരം സംസാരിക്കുമ്പോൾ, അവരുടെ വീട്ടിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരുടെ ഏത് ഭാഷകളും ആംഗ്യഭാഷയാണെങ്കിലും ശബ്ദങ്ങളാണെങ്കിലും തിരിച്ചറിയാൻ സഹോദരന്മാർക്ക് കഴിയും, വീട്ടിലുള്ളവർക്ക് കഴിയും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർക്ക് കഴിയും. എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം ഈ മോശയ്ക്ക് വായായിരിക്കേണ്ടതിന് അഹ്റോനെ ഒരുക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ലേവ്യനായ അഹ്റോൻ നിന്റെ സഹോദരനല്ലയോ, അവരെ നല്ല ഭംഗിയായിട്ട് സംസാരിക്കാനാണ്. നീ എന്താണോ പറയുന്നത് അത് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ പറയുവാൻ അഹ്റോന് കഴിയും. അതുകൊണ്ട് അഹ്റോൻ നിനക്ക് വായായിരിക്കും എന്ന് നീ ദൗത്യത്തിൽ നിന്ന് നിനക്ക് പിന്മാറാൻ പറ്റത്തില്ല, കാരണം ഞാൻ നിന്നെ അതിനുവേണ്ടി എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നവിടെ പറഞ്ഞു. വളരെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സമയങ്ങളിലും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെയും ദൈവം മോശയോട് പറഞ്ഞിട്ട് മോശ ജനത്തോട് പറയുമ്പോഴെല്ലാം, ഫറവോനടുത്ത് ചെന്ന് പോയി പറയുമ്പോഴെല്ലാം, മറ്റ് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം അഹ്റോൻ മോശയോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ദൈവവുമായുള്ള സംസാരത്തിൻ്റെ ഇടയിൽ പല സമയങ്ങളിലും അഹ്റോൻ കൂടെയില്ലായിരുന്നു, ദൈവവും മോശയും മാത്രമായിരുന്നു അപ്രകാരമുള്ള സംഭാഷണം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓർക്കുക, ഒരുപക്ഷെ നമ്മളൊക്കെ ഓർക്കും നമ്മളെക്കുറിച്ചൊക്കെ എന്താണ് നമ്മൾ ഇവിടെ ഒന്നും ജീവിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ എന്ത് പ്രയോജനം, അതൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. തിരിഞ്ഞ് ചിന്തിക്കുക, എന്തിനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്, ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്, എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾക്ക് ഇപ്രകാരമുള്ള സംവിധാനങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്? എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൽ പങ്കാളിയാകുക എന്നുള്ളത് തന്നെ. മോശയെ ദൈവം സൃഷ്ടിച്ചു അത്ഭുതകരമായിട്ട്, അവനിവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുവെങ്കിൽ അവൻ അതിനുവേണ്ടിയുള്ള ബുദ്ധി, ജ്ഞാനം, അറിവ് എല്ലാം ദൈവം നേരത്തെ നൽകി ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം ഒരുക്കി എന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, യുദ്ധതന്ത്രജ്ഞത, മരുഭൂമി കൂടെ പോകുമ്പോൾ ഏതെല്ലാം രീതിയിലൂടെ പോകണം എന്നുള്ള കാര്യങ്ങൾ, അതെല്ലാം മോശയ്ക്ക് ഇത് ആരോ പറഞ്ഞു കൊടുത്തു എഴുതിയ പോലെ നമുക്ക് തോന്നിപ്പോകും. കാരണം അതിനെക്കുറിച്ചുള്ള എല്ലാ അറിവും, ആ കാലങ്ങളിൽ അറിയപ്പെട്ട എല്ലാ അറിവുകളും ലഭിച്ച ഒരു നേതാവാണ് മോശ. ഒരു യുദ്ധം എങ്ങനെ കൊണ്ടുപോകണമെന്ന് മോശയ്ക്ക് അറിയാൻ കാരണം അതിനുള്ള ട്രെയിനിങ് അവന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഓർക്കുക, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. നമ്മൾ യാദൃശ്ചികമായി ഈ ഭൂമിയിൽ ജന്മമെടുത്തതല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടെ നമ്മളിവിടെ വന്നതാണ്. എങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ ദൗത്യ നിർവഹണത്തിൽ നമ്മളും പങ്കുചേരുക. യേശു കുരുടനെ സൗഖ്യമാക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതാണ് ഇതിവനെ സൃഷ്ടിച്ചു. നമുക്കറിയാം, കുരുടൻ്റെ കണ്ണ് തുറന്നതിന് ശേഷം വളരെ അത്ഭുതകരമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ പോയതായിട്ട് കാണുവാൻ സാധിക്കും. മാത്രമല്ല അനേകർ യേശുവിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായിത്തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ തുടർന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മോശയെ ഒരു വലിയ മനുഷ്യനായി മിസ്രയീമ്യർ കണ്ടിരുന്നു, അവൻ്റെ വാക്ക് അവർ ശ്രദ്ധിച്ചിരുന്നു, ഒരുപക്ഷെ അവനെ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശയെ അവർ ഭയപ്പെട്ടിരുന്നു, കാരണം അവൻ ദൈവത്തിൽ, യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചു, അവനത് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരു ബഹുമാന്യ പുരുഷനായി മിസ്രയീമ്യർ അവനെ കണ്ടു എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞു. പേടിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് തന്നെ ഒഴിവാക്കി മാറ്റി നിർത്തി വേറെ ആരെങ്കിലും അയക്കണമെന്ന് പറഞ്ഞ മോശയെ ദൈവം തൻ്റെ ദൗത്യത്തിനായി ഇതാണ് നിന്നെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അവനെ ചുമതലപ്പെടുത്തുന്നു. പറഞ്ഞു വരുന്നത്, ശാന്തമായി ഇരിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ വായിക്കുക, ധ്യാനിക്കുക. എന്തിനു വേണ്ടി ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് നോക്കുക. ഉദ്ദേശമില്ലാതെ യാതൊരുവിധമായ കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നതിനും ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ പദ്ധതിയിൽ, ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം.
ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ ദൗത്യം എന്നുള്ളത് രക്ഷയാണ്. മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് അവതുപോയ ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. രക്ഷ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദൈവപക്ഷം ചേർന്ന് നമ്മൾ ഈ ഭൂമിയിൽ നടക്കുക എന്നുള്ളത് തന്നെ. അതിനുവേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കും. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവപക്ഷം ചേർന്ന് നടപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനത്തെ ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണം. അപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനം പോലും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.